നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിന് വ്യക്തമാക്കുന്നതിനായി പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നയതന്ത്ര ഇടപെടൽ പദ്ധതിയിൽ ശശി തരൂരിനെ മുഖ്യ ചുമതല ലഭിക്കുമെന്നാണ് ചില സൂചനകൾ. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ കോൺഗ്രസ് MP ശശി തരൂരിനെ നിയോഗിക്കാനാണ് കേന്ദ്ര ആലോചന. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായ നിലപാട് അവതരിപ്പിക്കാനുള്ള ഏകോപിത ശ്രമത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികളുമായി സർക്കാർ ചർച്ച നടത്തുകയാണ്. ഇതിനുശേഷം പ്രതിനിധി സംഘത്തിന്റെ ഘടനയും സമയക്രമവും തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. പാക് മണ്ണിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരതയുടെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആവശ്യകതയും പ്രത്യാഘാതങ്ങളും സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാട് പ്രതിനിധി സംഘം വിദേശ സർക്കാരുകൾ, മാധ്യമങ്ങൾ എന്നിവരോട് വിശദീകരിക്കും. പാക് പ്രകോപനങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആവശ്യകത, കൂടുതൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ ഭാവിയിൽ സമാനമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത, ഭീകരത വളർത്തുന്നതിലും അതിന്റെ ആഗോള പ്രത്യാഘാതങ്ങളിലും പാകിസ്ഥാന്റെ പങ്ക് എന്നിവയ്ക്കൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയുടെ ഒളിത്താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും വ്യക്തമാക്കുകയായിരിക്കും സംഘത്തിന്റെ ലക്ഷ്യം. 10 ദിവസത്തെ കാലയളവിൽ 8 സംഘങ്ങൾ 5 രാജ്യങ്ങൾ സന്ദർശിക്കും. ഓരോ പ്രതിനിധി സംഘത്തിനും 5 മുതൽ 6 MP-മാർ, വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ, സർക്കാർ പ്രതിനിധി എന്നിവരും ഉണ്ടാകും. MP-മാരോട് അവരുടെ പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും തയ്യാറാക്കി വയ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതിനിധി സംഘങ്ങൾ മെയ് 22-ന് വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് പുറപ്പെടാനും ജൂൺ ആദ്യവാരം തിരിച്ചെത്താനുമാണ് സാധ്യത. ഈ പ്രതിനിധികളെ നയിക്കാൻ മുതിർന്ന MP-മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രധാനമായും NDA പാർലമെന്റ് അംഗങ്ങൾക്കായിരിക്കും ഇതിന്റെ ചുമതല എന്നും ചില വൃത്തങ്ങൾ അറിയിച്ചു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും അടുത്തിടെ ശക്തമായ സൈനിക ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ തിരിച്ചടിച്ചു. ഇന്ത്യൻ നഗരങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിച്ചുകൊണ്ട് പാകിസ്ഥാൻ തിരിച്ചടിച്ചു. ഇത് സംഘർഷം വർദ്ധിപ്പിക്കുകയും 4 ദിവസം നീണ്ടുനിന്ന യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. മെയ് 10-ന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകളെ തുടർന്ന് സംഘർഷം ലഘൂകരിക്കുന്നതിന് അയൽ രാജ്യങ്ങളും ഒരു കരാറിലെത്തി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും മുന്നോട്ടുള്ള വഴിയെക്കുറിച്ചും രാഷ്ട്രീയ നേതാക്കളെ അറിയിക്കുന്നതിനായി സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ പാകിസ്ഥാന്റെ ആക്രമണം നേരിടുന്നതിൽ സർക്കാരിനെ പ്രതിപക്ഷം പിന്തുണയറിയിച്ചു. ഇസ്ലാമാബാദിനെതിരെ നടപടികൾ ന്യൂഡൽഹി ശക്തമാക്കിയതോടെ അന്താരാഷ്ട്ര പിന്തുണ നേടുന്നതിനായി സർക്കാർ നിരവധി രാജ്യങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി, വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ച നടത്തി. 5 മുതൽ 6 വരെ പാർലമെന്റ് അംഗങ്ങൾ അടങ്ങുന്ന 1-ലധികം പ്രതിനിധി സംഘങ്ങളെയാണ് ഈ സംരംഭത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയ് 22-ന് ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന സംഘം ജൂൺ ആദ്യത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ വിദേശകാര്യത്തിനായുള്ള പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാണ് തരൂർ. ഇതുകൊണ്ടുകൂടിയാണ് തരൂരിനെ മുന്നിൽ നിർത്താനുള്ള നീക്കം. ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറലായിരുന്ന തരൂരിനെ മിക്ക രാജ്യങ്ങളുമായി വ്യക്തിപരമായി നയതന്ത്ര സൗഹൃദങ്ങളുണ്ട്. ഇതുകൂടി അനുകൂലമായി ഉപയോഗിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. നിലവിൽ ഇത്തരമൊരു കാര്യം ശശി തരൂരുമായി കേന്ദ്രം ചർച്ച ചെയ്തിട്ടില്ല. ക്ഷണമെത്തിയാൽ തരൂർ എന്ത് നിലപാട് എടുക്കുമെന്നതാണ് നിർണായകം. ഓപ്പറേഷൻ സിന്ദൂറിന് പരസ്യമായി പിന്തുണ നൽകിയതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും എതിർപ്പ് നേരിടുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് MP ശശി തരൂരിനെ മോദി ഈ യാത്രയുടെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള തന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ശശി തരൂർ അവകാശപ്പെട്ടിരുന്നു. ദേശീയ ഐക്യം നിർണായകമായ ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിച്ച തന്റെ അഭിപ്രായങ്ങൾ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണെന്നും ശശി തരൂർ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അണിനിരക്കേണ്ടത് വളരെ പ്രധാനമായിരുന്ന ഒരു സമയത്ത് എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണ് ഞാൻ പ്രകടിപ്പിച്ചത്. പ്രത്യേകിച്ചും US, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിൽ കുറവുണ്ടായ സമയത്തെന്നും ശശി തരൂർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയുണ്ടാക്കാൻ അമേരിക്ക ഇടപെട്ടെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രതിരോധത്തിലായ കേന്ദ്ര സർക്കാരിനെ ശക്തമായി പിന്തുണച്ചാണ് ശശി തരൂർ പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ നിരവധി നേതാക്കൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടി തരൂരിനെ രൂക്ഷമായി വിമർശിച്ചു. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി നിർണായക അവസരങ്ങളിൽ പാർട്ടി വിരുദ്ധ നിലപാടുകൾ പാടില്ലെന്ന് തരൂരിനെ കോൺഗ്രസിനെ താക്കീത് ചെയ്തുവെന്ന് റിപ്പോർട്ട് വന്നു. എന്നാൽ താക്കീത് വാർത്ത തരൂർ നിഷേധിച്ചു. തന്റെ പ്രതികരണങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണിതെന്നാണ് തരൂർ പ്രതികരിച്ചത്. തരൂർ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയാറുള്ളത്, പാർട്ടി നിലപാടല്ലെന്നും കോൺഗ്രസ്
നേതാവ് ജയറാം രമേശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലും ബി.ജെ.പി. നേതാക്കൾ തരൂരിനെ ശക്തമായി പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. അതേസമയം ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ ഒരു യോഗം നടന്നത്. ശശി തരൂരും ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ സമയത്ത് ശശി തരൂരിന്റെ പ്രസ്താവന ലക്ഷ്മണരേഖയെ മറികടക്കുന്നതാണെന്നാണ് പാർട്ടി വിശേഷിപ്പിച്ചിരുന്നുവെന്നും ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രസ്താവനയാണെന്നും കോൺഗ്രസ് പാർട്ടിയുടേതല്ലെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേക്കുറിച്ച് തരൂരിനോട് ചോദിച്ചപ്പോൾ ഞാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും എന്റെ മുന്നിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്നും അദ്ദേഹം മറുപടി പറഞ്ഞു. യുദ്ധം നടന്ന സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാവരും കേന്ദ്ര സർക്കാരിനൊപ്പവും സൈനികർക്കൊപ്പവുമാണ് നിന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് ഞാൻ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. ഞാൻ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഞാൻ പാർട്ടിയുടെ വക്താവുമല്ല. വിദേശകാര്യങ്ങളിൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പാർട്ടി എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. നേരിട്ടോ അല്ലാതെയോ ആരും താക്കീത് ചെയ്തിട്ടില്ല. യുദ്ധത്തിന്റെ സമയം എല്ലാവരും സർക്കാരിനൊപ്പം നിൽക്കണം. കൂടുതൽ ചോദ്യങ്ങൾ നേതൃത്വത്തിനോടാണ് ചോദിക്കേണ്ടത്. ഞാൻ പറയുന്നതൊക്കെ വിവാദമാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ സത്യസന്ധമായാണ് സംസാരിക്കുന്നതെന്നും ശശി തരൂർ വ്യക്തമാക്കി. 1971 ഇന്ത്യ-പാക് യുദ്ധസമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയില്ലെന്ന കോൺഗ്രസ് പ്രചാരണത്തിൽ ശശി തരൂർ മറുപടി പറഞ്ഞതും കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു. നിലവിലെ സാഹചര്യം 1971 സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നും രണ്ടും താരതമ്യം ചെയ്യുന്നതിൽ കാര്യമില്ലെന്നാണ് അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നത്. വെടിനിർത്തലിലെ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായെന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് 1971 കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രചാരണം ആരംഭിച്ചത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും തകർത്ത് നാമാവശേഷമാക്കിയ ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ ഇതിനകം ലോകമാകെ ശ്രദ്ധിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നേരിട്ട് തെളിവ് നൽകുന്ന പല കാര്യങ്ങളും ഓപ്പറേഷൻ സിന്ദൂറിൽ തെളിഞ്ഞു. ഇതിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തോടെ പ്രതിരോധ ബഡ്ജറ്റിൽ സൈന്യത്തിന് കൂടുതൽ പണം മാറ്റിവെക്കുന്ന കാര്യവും ഉറപ്പായി. ദേശീയ മാധ്യമങ്ങൾക്ക് സർക്കാർ കേന്ദ്രങ്ങൾ നൽകിയ സൂചനയനുസരിച്ച് 50,000 കോടി രൂപയാണ് സർക്കാർ നീക്കിവെക്കുക. ഇതോടെ പ്രതിരോധ മേഖലയ്ക്ക് സർക്കാർ വിതരണം ചെയ്യുന്ന 7 ലക്ഷം കോടി കഴിയും. 2025-26 ബഡ്ജറ്റിൽ സായുധ സേനകൾക്ക് 6.81 ലക്ഷം കോടിയാണ് നീക്കിവെച്ചത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1-നാണ് ഇത് പ്രഖ്യാപിച്ചത്. മുൻ വർഷത്തേക്കാൾ 9.2% വർധനമാണ് ഇത്തവണ ഉണ്ടായത്. 2024-25 സാമ്പത്തിക വർഷം 6.22 ലക്ഷം കോടിയാണ് അനുവദിച്ചത്. പാർലമെന്ററി ശൈത്യകാല സമ്മേളനത്തിൽ വർദ്ധിപ്പിച്ച പ്രതിരോധ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് ഗവേഷണം, വികസനം, ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാനുള്ള വികാസത്തിനുമാകും ഈ വിഹിതം ഉപയോഗിക്കുക. ആദ്യ മോദി സർക്കാരിന്റെ കാലം മുതൽ തന്നെ ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന്റെ വികാസം സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. 2.29 ലക്ഷം കോടിയാണ് 2014-15 സർക്കാർ നൽകിയത്. നിലവിൽ അത് അനുവദിച്ചത് ഇതുവരെയുള്ള കേന്ദ്ര സർക്കാർ അനുവദിച്ച കണക്ക് നോക്കിയാൽ ഏറ്റവും വലിയതാണ്.